ഈസ് ഹിജാബ് എ ചോയ്സ് ഓർ നോട്ട്? അങ്ങനെ എപ്പോഴും ഷാലിട്ടുകൊണ്ട് നടക്കുന്ന തുടങ്ങിയ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും തട്ടമൊരു ചോയ്സ് ആണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഈ ഒരു പ്രസ്താവന വളരെയധികം അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ വേറൊരു ചോയ്സ് പാടില്ല. അതായത് ഏതൊരു പൗരനും മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. അതുകൊണ്ട് ഏത് മതം ചൂസ് ചെയ്താലും അതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇസ്ലാം മതത്തിൽ ഹിജാബ് നിർബന്ധമുണ്ടോ? അതെ, ഇസ്ലാം നിർബന്ധമായി പറയുന്നൊരു കാര്യമാണ് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണ. ഈ വസ്ത്രധാരണത്തിന്റെ ഒരു ഭാഗമാണ് ഹിജാബ്. എന്നാൽ എന്തുകൊണ്ട് ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമാക്കി? ഒരു സ്ത്രീ ഭംഗിയായി തിരിച്ചറിയപ്പെടുന്നതിനും അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ് ഈ വസ്ത്ര സംസ്കാരം സ്വീകരിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം മോഡസ്റ്റ് ആണെങ്കിൽ ഒരു പരിധിവരെ അവൾ സുരക്ഷിതയാണ്. ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ഉപദ്രവിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ഇസ്ലാം കൃത്യമായി പിന്തുടരുന്നവർക്ക് ഹിജാബ് ഒരിക്കലും ഒരു പ്രയാസമല്ല. അത് സൗകര്യപ്രദവും സന്തോഷം നൽകുന്നതുമാണ്. തട്ടം ഒരു വ്യക്തിഗത തിരഞ്ഞെടുപ്പാണ്. അത് മതപരവും സാംസ്കാരികവുമായ സന്ദർഭങ്ങളിൽ വ്യത്യാസപ്പെടാം. ഒരു മുസ്ലിം സ്ത്രീ തട്ടമിടുന്നതും ഒരു കന്യാസ്ത്രീ അവരുടെ ശിരോവസ്ത്രവും ധരിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പിനെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. കുറിയിട്ട് വരുന്ന ഹിന്ദുവിനും കുരിശുമാലയണിഞ്ഞ ക്രിസ്ത്യാനിക്കും ഹിജാബ് അണിയുന്ന മുസ്ലിമിനും ഇന്ത്യൻ രാജ്യത്ത് തുല്യ അവകാശമാണ്. അത് ഹനിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്.